ലൈവില് ശ്വേത ഇപ്പം ജിൻഡോയെ മാത്രം റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഡെൻ റൂമാണ് നിലവിലിപ്പോൾ ശ്വേത എടുത്തിരിക്കുന്ന റൂം. അപ്പം ജിൻഡോയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കാര്യങ്ങൾ. ജിൻഡോ തുടക്കം മുതലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാവർക്കും വെറുക്കറുമായിരുന്നു, അതുപോലെ ആരും എൻ്റെ സൈഡ് നിൽക്കത്തില്ല, എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുമായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്ന് ഞാൻ ഒത്തിരി ചീത്ത വർത്താനം ഒക്കെ പറയുമായിരുന്നു. എന്നെ വെളിയിലാക്കിയതിന് ശേഷം ഞാനിപ്പോൾ അത് നിർത്തി. വീണ്ടും ഞാൻ നല്ലതായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതുപോലെ എനിക്ക് പിന്നെ ഇവിടെ ഇലക്ഷൻ വന്നു, ആ സമയത്ത് എനിക്ക് ഒത്തിരി സപ്പോർട്ടായി, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ടതിന് ശേഷം ഇവർ തമ്മിൽ പറയുന്നുണ്ട് ഒരു ഡയമണ്ട് ശ്വേതയുടെയിലുണ്ടായിരുന്നു, അത് മോഷ്ടിക്കാൻ മറ്റു ടീം അംഗങ്ങളൊക്കെ നോക്കിയായിരുന്നു. ഏറ്റവും വിലമതിപ്പുള്ളതായിരിക്കണം ആ ഒരു കൊയിനേക്കാട്ടിലും ഒക്കെ ഈ ഡയമണ്ട്. അതുകൊണ്ട് തന്നെ ശ്വേത ഇപ്പം പറയാണ്, എൻ്റെ ഈ റൂമിൽ സാബുവിന് മാത്രമേ കയറാൻ അവകാശമുള്ളൂ. അതുപോലെ ഈ ഡയമണ്ട് ഞാൻ ഇവിടെ ഇല്ലാത്തപ്പം ജിൻഡോ ഇത് കാക്കണം, ആരും എടുത്തോണ്ട് പോകും, അതാരും മോഷ്ടിക്കാതെ. ഇത് മറ്റാരും അറിയാൻ പറ്റില്ല, നമ്മൾ മാത്രമേ അറിയാൻ പാടുള്ളൂ. മറ്റംഗങ്ങളോട് പറയല്ലേ, അവർ മോഷ്ടിക്കാൻ നോക്കും. പക്ഷെ ജിൻഡോയുടെ ടീമിലുള്ളവരും ഈ ഒരു സത്യം അറിയല്ലേ, ഞാൻ ജിൻഡോയെ ഏൽപ്പിച്ചിട്ടെന്നുള്ളത്. അത് ആരും അറിയാതെ തന്നെ ജിൻഡോ അത് കൈകാര്യം ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് വാക്ക് കൊടുത്തിട്ട് പറഞ്ഞു. ജിൻഡോ ഞാൻ പറഞ്ഞ പോലെ കേൾക്കുവാണേൽ ഇതാരും എടുക്കാതെ ഞാൻ പറഞ്ഞ രീതിയൊക്കെ ചെയ്യുവാണെന്ന് ഞാൻ വലിയൊരു സർപ്രൈസ് ജിൻഡോയ്ക്ക് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അന്യോന്യം കൈ കൊടുത്താണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. ജിൻഡോ അതേപടി ചെയ്തോളാം, ആരോടും പറയത്തില്ല, ഈ ഡയമണ്ട് ആരും കൊണ്ടുപോകാതെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞാണ് റൂമിൽ നിന്നും പോയിരിക്കുന്നത്. ബാക്കി എങ്ങനെയായിരിക്കും, ഇനി വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നും അറിയത്തില്ല. ഇതേപോലെ തന്നെ അറിയല്ലേ, നിങ്ങളിത് മാറ്റണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ജിൻഡോയോട് ഇത്രയും പറയുന്നതായിട്ട് ലൈവിൽ കാണിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മൾ പുറകെ എങ്ങനെയാവും എന്നുള്ളത് കണ്ടറിയാം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും.